ഹായ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ലൊരു പലഹാരമാണ്. രണ്ടേ രണ്ട് ചേരുവകൾ മാത്രം വെച്ചിട്ടാണ് നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരം ഉണ്ടാക്കിയിട്ടെടുക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കൂടാതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും അതുപോലെ തന്നെ സബ്സ്ക്രൈബൊക്കെ ചെയ്യാം. ഇനിയിപ്പോൾ ഞാനിതാ ഒരു 3 ക്യൂബ് ശർക്കര 1/2 കപ്പ് വെള്ളത്തിൽ ഒന്ന് ഉരുക്കിയെടുത്തിട്ടുണ്ട്. അത് ഒരു അരിപ്പയിലൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഈ ഒരു പാനിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് ഇപ്പോൾ ഒന്ന് റെഡിയാക്കിയിട്ട് എടുത്തതാണ് കേട്ടോ. അപ്പോൾ നല്ല ചൂടോടെയാണ് ഞാൻ ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ ശർക്കര മുഴുവനായിട്ട് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയിൽ ഒരു 4 ഏലക്കായ പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതാണ് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മുടെ തീയിരിക്കുന്നത് ലോ ഫ്ലെയിമിലാണ് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇനി നന്നായി മിക്സ് ആക്കിയതിൻ്റെ ശേഷം ഇനിയിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1.5 കപ്പ് തേങ്ങ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തതാണ് കേട്ടോ. നന്നായിട്ട് പൊടിയണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ആക്കിയിട്ട് എടുക്കുക. എന്നിട്ട് ആ ഒരു തേങ്ങ മൊത്തത്തിലായിട്ട് ഞാനിതാ ഈ ഒരു ശർക്കരയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു തേങ്ങ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ശർക്കരയിൽ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് കിട്ടണം നമ്മുടെ ഈ ഒരു തേങ്ങ. ഇനിയിപ്പോൾ ആദ്യം നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് മിക്സ് ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു തേങ്ങ ഈ ശർക്കരയിൽ നന്നായിട്ടൊന്ന് റെഡി ആയിട്ട് കിട്ടിയാൽ നമുക്കിത് മീഡിയം ഫ്ലെയിമിലേക്കും അതുപോലെ തന്നെ ഹൈ ഫ്ലെയിമിലേക്കും ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഈ ഒരു ശർക്കര നന്നായിട്ടൊന്ന് വറ്റിയിട്ട് കിട്ടണം. ഇപ്പോൾ ഇതാ ഈ ഒരു ശർക്കര നന്നായിട്ടൊന്ന് വറ്റി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് പോരാ, നമുക്ക് നന്നായിട്ട് തന്നെ ഈ ഒരു തേങ്ങയിലേക്ക് ശർക്കര ഒന്ന് റെഡി ആക്കി കിട്ടണം. അതുവരെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ കൂടുതൽ ടൈമൊന്നും ഇത് എടുക്കില്ല കേട്ടോ. ഒരു 5-6 മിനിറ്റിനുള്ളിൽ തന്നെ ഇതൊന്ന് റെഡി ആയിട്ട് കിട്ടും. ഇപ്പോൾ ഇതാ ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടി നമുക്ക് ഈ ഒരു ശർക്കര ഒന്ന് വറ്റിയിട്ട് കിട്ടാനുണ്ട്. അപ്പോൾ ഇതാ ഇപ്പോൾ നമ്മുടെ ഈ ഒരു ശർക്കരയും തേങ്ങയും ഒക്കെ നന്നായിട്ടൊന്ന് റെഡി ആയിട്ടുണ്ട്. തേങ്ങ നന്നായിട്ട് വേവായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ശർക്കരയൊക്കെ മൊത്തത്തിലൊന്ന് വറ്റി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈം ആകുമ്പോൾ നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാം. ഇനിയിപ്പോൾ ഇതൊരു 3/4 ഭാഗത്തോളം ചൂടേറിയതിൻ്റെ ശേഷം ഞാനിതുപോലെ ഒരു മൂടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതൊന്ന് നിറച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ചെറിയൊരു മൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ അതിലേക്കാണ് ഈ ഒരു ശർക്കരയും തേങ്ങയും നിറച്ച് കൊടുക്കുന്നത്. അപ്പോൾ ചെറിയ ചൂടോടെ തന്നെ വേണം നമുക്ക് ഈ ഇതിലേക്ക് നിറച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. എന്തെങ്കിലാണ് നമുക്ക് ഈ മൂടിൽ നിന്നും ഒന്ന് തട്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് വേഗത്തിൽ പറ്റുള്ളൂ. അപ്പോൾ നന്നായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് കൊടുക്കുക സൈഡും ഒക്കെ. അപ്പോഴാണ് നമുക്ക് ഇത് എന്താ പറയുക ഒരു ഷേപ്പിൽ കിട്ടുള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വേണ്ട എന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ട് തന്നെ എന്താ പറയുക കൈ വെച്ചിട്ട് എന്തെങ്കിലും ഷേപ്പിലാക്കിയിട്ട് എടുക്കുകയും ചെയ്യുക. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മൂടിയിലിട്ടിട്ട് ഇത് കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് വേഗത്തിൽ തന്നെ റെഡിയായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഇതാ ഞാൻ ഇതുപോലെ മൂടിൻ്റെ സൈഡിൽ ഇതുപോലെ ഒന്ന് പ്രസ്സാക്കി കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വേഗത്തിൽ തന്നെ മൂടിൽ നിന്നും ഒന്ന് വിട്ട് കിട്ടും. ഇനിയിപ്പോൾ ഇതാ ഞാൻ ബാക്കി ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. അതിനിപ്പോൾ ഞാൻ മൊത്തത്തിൽ ഇതൊന്ന് റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു പലഹാരമാണിത്. അപ്പോൾ നമുക്കിത് എത്ര ദിവസം വേണമെങ്കിലും ഒന്ന് സ്റ്റോർ ചെയ്തിട്ട് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഒരിക്കലും ഇത് കേടരില്ല. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ ചായൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പൊളിയാണ്. അതുപോലെ തന്നെ വെറുതെ പോലും നമുക്കിത് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് കൂടി ചെയ്യാം കേട്ടോ. ഓക്കെ, ഇൻഷാ അല്ലാ.